ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. നമ്മുടെ ഒരു കൊച്ചു കുടുംബത്തിലേക്ക്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യലായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഒരു നല്ല ജോലി, അല്ലെങ്കിൽ സ്വന്തമായ വീട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, എന്തോ ആകാം. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊരു വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ശരിക്കും ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്ന് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ടാകുന്നത് മുതൽ അത് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ യാഥാർത്ഥ്യമാകുന്നത് വരെയുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് തുടങ്ങിക്കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഒരാഗ്രഹം മനസ്സിൽ വരുന്നത് മുതൽ അത് സത്യമായി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെയുള്ള പ്രോസസ്സാണ്. ഇതൊരു മാജിക് അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആഗ്രഹങ്ങളെ പേടിക്കാതെ സ്വീകരിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ അതിനെ പേടിക്കും, അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് 1,00,000 രൂപ മാസ വരുമാനം വേണം എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ഒരു ശബ്ദം വരും, പോടാ, നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, നിന്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ്. എൻ്റെ രീതിയിൽ ഒരു ആഗ്രഹം മനസ്സിൽ വന്നാൽ ഞാൻ അതിനെ തടയാൻ നിൽക്കില്ല, ഞാൻ അതിനെ അനലൈസ് ചെയ്യില്ല, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആണോ എന്ന് നോക്കില്ല. പകരം ആ ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്ന സ്ഥിതിക്ക് അത് സംഭവിക്കാനുള്ളൊരു വഴി പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചുകുട്ടി ഒരു മിഠായി ചോദിക്കുമ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് കുട്ടി ആകുലപ്പെടാറില്ല. അതുപോലെ വേണം നമ്മൾ. ആഗ്രഹം വന്നാൽ അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അത് നമ്മുടെ ഭാവി നമ്മളെ വിളിക്കുന്ന ഒരു സിഗ്നലാണ്. അവിടെ സംശയത്തിനോ ഭയത്തിനോ സ്ഥാനം കൊടുക്കരുത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിസൾട്ട് മാത്രം ചിന്തിക്കുക. ആഗ്രഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാനിങ് തുടങ്ങും. എങ്ങനെ ലോൺ കിട്ടും, ആരെ കാണണം, എവിടെ പോകണം, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. നമ്മുടെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ ഉടൻ നമ്മൾ അത് കിട്ടാനുള്ള പ്ലാനുകൾ ഇടാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉടനെ ലോണിനെക്കുറിച്ചും പലിശയെക്കുറിച്ചും അത് അടച്ചു തീർക്കാൻ എത്ര വർഷം എടുക്കും എന്നതിനെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കും. ഇവിടെയാണ് നമ്മൾ നെവിൽ ഗോഡാർഡ് എന്ന വലിയൊരു ഗുരു പഠിപ്പിച്ച കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇടയിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് തലപൊക്കിക്കേണ്ട, പകരം ആ കാര്യം നടന്നു കഴിഞ്ഞാലുള്ള ആ ഒരവസ്ഥ, അതായത് ഫൈനൽ റിസൾട്ട് മാത്രം ചിന്തിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പുതിയ കാറ് വേണമെങ്കിൽ ആ കാറ് ഷോറൂമിൽ പോയി കാണുന്നതോ ലോൺ ശരിയാക്കുന്നതോ ഒന്നും അല്ല നിങ്ങൾ സങ്കല്പിക്കേണ്ടേ. പകരം നിങ്ങൾ ആ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നതും ആ സീറ്റിൻ്റെ മണം അനുഭവിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് യാത്ര ചെയ്യുന്നതും സങ്കല്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വീടാണ് വേണ്ടതെങ്കിൽ കണ്ണുകൾ അടച്ച് ആ വീടിൻ്റെ ഹാളിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതെൻ്റെ വീടാണ് എന്നുള്ളൊരു സമാധാനം അനുഭവിക്കുക. അല്ലാതെ ബാങ്ക് ഓഫീസറെ പോയി കാണുന്നതോ പേപ്പർ വർക്ക് ചെയ്യുന്നതോ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫീലിങ്സ് നോർമലാക്കി മാറ്റുക. അതായത് അതൊരു സാധാരണ കാര്യമായിട്ട് മാറ്റുക. പലരും പറയും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കണം, എപ്പോഴും തുള്ളിച്ചാടി നടക്കണം എന്നൊക്കെ. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവണം എന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം വളരെ നോർമലായി മാറണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊരു അത്ഭുതമാണോ? അല്ല, അതൊരു സത്യാവസ്ഥയാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആഗ്രഹവും. ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പില്ലേ, അതിനെയാണ് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു 40 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ മതി. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ആ ഒരു സമാധാനം അനുഭവിക്കുക. അതിനുശേഷം അത് വിട്ടേക്കുക. ഓവറായിട്ട് പണിപ്പെട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു
ബോധമാണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി വിശദമായിട്ട് പറയാം കേട്ടോ. ഈ മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹം നടന്നു എന്ന് സങ്കല്പിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നരുത്. പകരം ഇതെൻ്റെ ജീവിതത്തിൽ എന്നും ഉള്ളതാണ് എന്നൊരു സമാധാനം, അതായത് ഒരു റിലീഫാണ് തോന്നേണ്ടത്. പണ്ട് നടന്നൊരു കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നാറില്ലേ? അതുപോലെയുള്ളൊരു ഫീലിങ്. ഇത് ദിവസവും മണിക്കൂറോളം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 1 മിനിറ്റോ 2 മിനിറ്റോ ആ ഒരു അവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുക, എന്നിട്ടത് മറന്നേക്കുക. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ പഴയ സ്വഭാവം കട്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. പഴയ സ്വഭാവം വെച്ചുകൊണ്ട് പുതിയ ജീവിതം കിട്ടില്ല. നിങ്ങൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എപ്പോഴും സംസാരിക്കുന്നത് ഇല്ലായ്മയെക്കുറിച്ചും വിലക്കയറ്റത്തിനെ കുറിച്ചും ആണെങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ആളിപ്പോഴും ആ പഴയ പാവം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തിയാൽ മാത്രം പോരാ, നമ്മുടെ പുറത്തുള്ള ചില രീതികളും മാറ്റണം. അതായത് പുതിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുകയും പഴയ വീട്ടിലെ സൗകര്യക്കുറവിനെ കുറിച്ച് എപ്പോഴും പരാതി പറയുകയും ചെയ്താൽ അത് വർക്കാവില്ല. അതായത് പണക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര ദാരിദ്ര്യമാണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നാൽ അയാളുടെ ഐഡൻറ്റിറ്റി ഇപ്പോഴും ആ പഴയ ദരിദ്രനായ ആളുടേത് തന്നെയാണ്. അത് നമ്മൾ മാറ്റണം. നമ്മുടെ പുതിയ വേർഷൻ എന്തായിരിക്കും സംസാരിക്കുക, എങ്ങനെയായിരിക്കും പെരുമാറുക, അത് നമ്മൾ ഇപ്പോൾ തന്നെ ശീലിക്കുക. നെഗറ്റീവായ സംസാരങ്ങളിൽ നിന്നും പരാതികളിൽ നിന്നും പതുക്കെ മാറി നിൽക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങുക. ഇതിനെയാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ച ആ വ്യക്തി എങ്ങനെയായിരിക്കും സംസാരിക്കുക, എങ്ങനെയായിരിക്കും നടക്കുക, എങ്ങനെയുള്ള ആളുകളായിട്ടായിരിക്കും സൗഹൃദം കൂടുക, അതിപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. വെറുതെ അഭിനയിക്കുകയല്ല, മറിച്ച് ആ വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ്. നെഗറ്റീവായി സംസാരിക്കുന്നവരിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുക. നിങ്ങളുടെ പുതിയ സ്വപ്നത്തിന് ചേരാത്ത ഒന്നിനും നിങ്ങളുടെ സമയം കൊടുക്കരുത്. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ് വിശ്വസിച്ച് കാത്തിരിക്കുക. മിക്കവാറും ആളുകൾ പരാജയപ്പെടുന്നത് ഇവിടെയാട്ടോ. അവർ വിത്തിടും, പക്ഷെ അടുത്ത ദിവസം തന്നെ മണ്ണ് മാന്തി നോക്കും അത് മുളച്ചോ എന്ന്. അങ്ങനെ ചെയ്താൽ ആ ചെടി വളരില്ലല്ലോ. അതുപോലെയാണ് മാനിഫെസ്റ്റേഷനും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഓരോ സെക്കൻഡിലും പരാതി പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഇല്ലായ്മയാണ് അവിടെ മാനിഫെസ്റ്റ് ആകുന്നത്. എനിക്ക് വരുന്ന മെസ്സേജസ് കൂടുതലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാട്ടോ. നമ്മുടെ ഉള്ളിൽ മാറ്റം വന്നാലും നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്ത്, അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ മാറ്റം വരാൻ കുറച്ച് സമയമെടുക്കും. ഇതിനെ നമുക്ക് 3D ലാഗ് അല്ലെങ്കിൽ ടൈം ലാഗ് എന്ന് വിളിക്കാം. ആ സമയത്ത് നമുക്ക് ചുറ്റും പഴയ പ്രശ്നങ്ങൾ തന്നെ കണ്ടെന്നു വരാം. പക്ഷേ നിങ്ങൾ തളരരുത്. പുറത്തുള്ള ലോകത്ത് മാറ്റം വരാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ പുറത്ത് മാറ്റം കാണണമെന്നില്ല. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്, പുതിയത് വരാൻ പോകുന്നു എന്ന് സ്വയം പറയുക. നമ്മുടെ ആന്തരിക ലോകത്ത് മാറ്റം വന്നാൽ പുറം ലോകം മാറിയേ തീരൂ. അതൊരു പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് അക്ഷമ കാണിക്കാതെ സമാധാനമായിട്ടിരിക്കുക, വിശ്വസിക്കുക. തിരശീലയ്ക്ക് പിന്നിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ വന്നാൽ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്, ഉടനെ മാറിക്കോളും എന്ന് വിചാരിച്ച് പുഞ്ചിരിയോടെ മുന്നോട്ട് പോവുക. ഇനി 6ാമത്തേതാണ് പ്രപഞ്ചം തരുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ചില ഐഡിയകൾ തരും. ചിലപ്പോൾ ഒരു സുഹൃത്തിനെ വിളിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ബുക്ക് വായിക്കാൻ തോന്നും. ഇതിനെയൊക്കെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് കഠിനാധ്വാനമൊന്നുമല്ല, മറിച്ച് സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പേടി കൊണ്ടോ ടെൻഷൻ കൊണ്ടോ ചെയ്യുന്ന ഒന്നിനും മാനിഫെസ്റ്റേഷനിൽ സ്ഥാനമില്ല. നിങ്ങൾക്കുള്ളിൽ നിന്നൊരു വിളി വരുമ്പോൾ പ്രവർത്തിക്കുക. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ആയിരിക്കും. നമ്മൾ ശരിയായ പാതയിലാണെങ്കിൽ കാര്യങ്ങൾ എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും, പുതിയ ആളുകൾ പരിചയപ്പെടും. ഇതൊന്നും വെറും യാദൃശ്ചികമല്ല, നിങ്ങളുടെ വൈബ്രേഷൻ മാറിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി 7ാമത്തെ സ്റ്റെപ്പാണ്, അത് കിട്ടുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കുക. അതായത് നടന്നു കഴിയുമ്പോൾ അത് സാധാരണമായി കാണുക. ഒടുവിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന ആ ദിവസം വരും. അന്ന് നിങ്ങൾ ഞെട്ടിപ്പോകരുത്, ദൈവമേ ഇതെങ്ങനെ പറ്റി എന്ന് ചോദിക്കരുത്. പകരം എനിക്കറിയായിരുന്നു ഇത് നടക്കുമെന്ന് എന്ന ഭാവത്തിൽ അതിനെ സ്വീകരിക്കുക. കാരണം നിങ്ങളിത് മനസ്സിനുള്ളിൽ എത്രയോ വട്ടം അനുഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ?
ഇങ്ങനെ നിങ്ങൾ അതിനെ ഒരു നോർമലായി കാണുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഇതൊക്കെ ഇയാൾക്ക് സ്ഥിരം കിട്ടുന്നതാണല്ലോ എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മാനിഫെസ്റ്റേഷനെ ഒരു അത്ഭുതമായി കാണാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ 7 സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. അതിലൊന്നാമത്തേത് ആഗ്രഹങ്ങളെ പേടിക്കാതെ സ്വീകരിക്കുക. രണ്ടാമത്തേത് റിസൾട്ട് മാത്രം ചിന്തിക്കുക. മൂന്നാമത്തേത് നിങ്ങളുടെ ഫീലിങ്സ് നോർമലാക്കി മാറ്റുക, അതായത് ഒരു സാധാരണ കാര്യമാക്കി മാറ്റുക. നാലാമത്തേത് പഴയ സ്വഭാവങ്ങൾ കട്ട് ചെയ്യുക. അഞ്ചാമത്തേത് വിശ്വസിച്ച് കാത്തിരിക്കുക. ആറാമത്തേത് സ്വാഭാവികമായ നീക്കങ്ങൾ, അതായത് പ്രപഞ്ചം തരുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തേത് അത് കിട്ടുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കുക, അതായത് നടന്നു കഴിയുമ്പോൾ അത് സാധാരണമായിട്ട് കാണുക. ഞാൻ ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഇതാണ് ആ സിമ്പിൾ പ്രോസസ്സ്. ഇത് നിങ്ങൾ പരീക്ഷ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി നോക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്